സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് 3 ദിവസമായി പെരുവഴിയിലായി ഒരു കുടുംബം. സമൂഹമാധ്യമത്തിലെ തർക്കത്തിന് പിന്നാലെ തമ്മിലടിച്ച് +1, +2 വിദ്യാർത്ഥികൾ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. എറണാകുളം കാക്കനാട്ടെ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും സഹോദരിയും അമ്മയും മരിച്ച നിലയിൽ. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള എന്നിവരാണ് മരിച്ചത്. 5 ദിവസത്തെ അവധിക്ക് ശേഷം മനീഷ് ജോലിയിൽ പ്രവേശിക്കാത്തതോടെ സഹപ്രവർത്തകർ വീട്ടിൽ അന്വേഷിച്ചെത്തിയതോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്? KP സുരേഷ്, ഇത് കൊച്ചിയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള മനീഷ് വിജയ് എന്ന ജാർഖണ്ഡ് സ്വദേശിയും സഹോദരി ശാലിനി വിജയ്, അതോടൊപ്പം തന്നെ അമ്മ ശകുന്തള അഗർവാൾ എന്നിവരാണ് ഇപ്പോൾ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ ഉള്ളത്. അത് സംബന്ധിച്ച് കഴിഞ്ഞ 5 ദിവസമായി ഈ മനീഷ് വിജയ് അവധിയിലായിരുന്നു. അതിനുശേഷവും ഓഫീസിൽ എത്താഞ്ഞതിനെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ വീട്ടിൽ തിരക്കി എത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മനീഷ് വിജയുടെയും അതോടൊപ്പം തന്നെ സഹോദരി ശാലിനി വിജയുടെയും മൃതദേഹങ്ങൾ അവർ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർക്ക് നാട്ടുകാരുമായി വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും ഇതര സംസ്ഥാനക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരുമായി അത്തരക്കൊരു സമ്പർക്കം പുലർത്തിയിരുന്നില്ല എന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പുറത്തേക്ക് കാണാത്തത് ഒന്നും തന്നെ സംശയവും തോന്നിയിരുന്നില്ല. തുടർന്ന് ആണ് ഇത്തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ വീട്ടിലെത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർ അടക്കമുള്ളവരും എല്ലാം തന്നെ സ്ഥലത്തെത്തി. അതിനുശേഷമാണ് വീട് കുത്തി തുറന്ന് അകത്ത് കടന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് അമ്മ ശകുന്തള അഗർവാളിൻ്റെയും മൃതദേഹം കാണുന്നത്. ഇതിൽ ഇപ്പോൾ ഇത് കണ്ട വാർഡ് കൗൺസിലർ അടക്കം പറയുന്നത് മകൻ മനീഷ് വിജയിയുടെ മൃതദേഹത്തിനാണ് കൂടുതൽ അഴുകലുള്ളത്. ഒരുപക്ഷെ ഇനിയും മകൻ്റെ മരണം കണ്ടതിന് ശേഷം സഹോദരിയും അമ്മയും ആത്മഹത്യ ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മനീഷ് വിജയയുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു ബാഗും ബുക്കും മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. ആ ബുക്കിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ട് എന്നതാണ് അനൗദ്യോഗികമായ വിവരം. ഇത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊരു വിവരം ലഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തുതന്നെയായാലും ഏറെ ദാരുണമായ ഒരു സംഭവമാണ്. ആകെ തന്നെ ഒരു ഞെട്ടലിലാണ്. ഉന്നത ഉദ്യോഗസ്ഥനാണ് കസ്റ്റംസിൽ, അതിലുപരി ഉയർന്ന റാങ്കോട് IRS വിജയിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു മനീഷ് വിജയ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി പോലീസിൻ്റെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മുടെ ഈ ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ മുൻഭാഗത്ത് തന്നെയുള്ള കിടപ്പുമുറിയിലാണ് മനീഷ് വിജയുടെ മൃതദേഹം കണ്ടിരുന്നത്. അടുക്കളയോട് ചേർന്നുള്ള മുറിയിലാണ് സഹോദരി ശാലിനി വിജയുടെയും അതോടൊപ്പം അമ്മ ശകുന്തള അഗർവാളിൻ്റെയും മൃതദേഹം കണ്ടത്. ശകുന്തള അഗർവാളിൻ്റെ മൃതദേഹം കട്ടിലും മകൾ ശാലിനി വിജയിയുടെ മൃതദേഹം തൂങ്ങിയ നിലയിലുമായിരുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലാണ് മരണം നടന്നിരിക്കുന്നത് എന്നതും ഒരു ആശയക്കുഴപ്പത്തിന് കാരണമാണ്. എന്നാൽ എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്നത് സംബന്ധിച്ച് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും എല്ലാം ശേഷമേ വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അത് ലഭിക്കുന്നതിനുള്ള കാലതാമസമുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ACPയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടിയിലാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അവർ വിരലടയാളം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പുറത്തോട്ട് വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇത് എത്തിയ വാർഡ് കൗൺസിലറെ ഇവിടെയുണ്ട്. അവരോട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചോദിക്കാം. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം
മൂന്നും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ 3 മൃതദേഹം? ആദ്യത്തെ മുറിയിലാണോ മനീഷ് വിജയുടെ മൃതദേഹം? അതെ, ആദ്യത്തെ മുറിയിലാണ് മകൻ്റെ മൃതദേഹം. മറ്റ് 2 മൃതദേഹങ്ങളോ? കിച്ചനോട് ചേർന്നുള്ള റൂമിലാണ്. ഇത് 3 മൃതദേഹങ്ങളും അഴുകിയ നിലയിലാണ്? അതെ. എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ ഇല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതെന്ന് അറിയില്ല. ഇവിടുത്തെ ഇവരെങ്ങനെ നാട്ടുകാരുമായൊക്കെ സഹകരണമുള്ളവരായിരുന്നോ? അവർ 3-4 മാസമേ ആയിട്ടുള്ളൂ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരുമായിട്ടും പൊതുവെ പബ്ലിക്കുമായിട്ട് ബന്ധമില്ല. ഇത് ഇങ്ങനെ ഒരു മരണം നടന്നതായിട്ട് അറിയുന്ന വൈകിട്ട് ഇവരുടെ സഹപ്രവർത്തകരെത്തി പരിശോധിക്കുമ്പോൾ? അതെ. ഇൻക്വസ്റ്റ് മൃതദേഹങ്ങൾ 3 കണ്ടിരുന്നു. 3 ഒരേ നിലയിലാണോ അഴുകൽ? അതേ വ്യത്യസ്തതയുണ്ടോ? മകൻ്റെയാണ് കുറച്ചുകൂടി ഭീകരത. ഇത് തന്നെയാണ്, മകൻ്റെ മൃതദേഹമാണ് കൂടുതൽ അഴുകിയ നിലയിലുള്ളത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൃതദേഹം കണ്ടതിന് ശേഷമാണോ മറ്റ് ആത്മഹത്യകൾ ഇല്ലെങ്കിൽ അങ്ങനെ നടന്നത് എന്ന ഒരു സംശയവും നിലനിൽക്കുന്നു. എന്തു തന്നെയായാലും ശരി, ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ അരുക്കുറ്റിയിൽ വീട് ജപ്തിയിലായ കുടുംബം 3 ദിവസമായി വീടിന് പുറത്ത്. പുത്തൻനികത്തിൽ രാമചന്ദ്രനെയും കുടുംബത്തെയുമാണ് സ്വകാര്യ ബാങ്ക് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. തിരിച്ചെടുക്കാൻ സാവകാശം ചോദിച്ചിട്ടും ബാങ്ക് അധികൃതർ നൽകിയില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. നിഷാ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റമായ അരുക്കുറ്റി പഞ്ചായത്തിലെ 8ാം വാർഡ് തൃച്ചാറ്റുകുളത്തിനടുത്ത് കുടപുറം ഫെറിക്ക് സമീപമുള്ള രാമചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ 7 അംഗ കുടുംബത്തെയുമാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇറക്കിവിട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാമചന്ദ്രനെയും കുടുംബത്തെയും ഈ വീട്ടിൽ നിന്നും ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ ബലമായി പോലീസിൻ്റെ സഹായത്തോടുകൂടി ബലം പ്രയോഗിച്ച് ഇവിടെ നിന്നും ഇറക്കിവിട്ടത്. വായ്പ തിരിച്ചടയ്ക്കാൻ ഇവർ സാവകാശം ചോദിച്ചിട്ടും നൽകിയില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇവർ ഇവിടെ ഈ മഴയും വെയിലുമൊക്കെ ഏറ്റ് ഈ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് കഴിയുന്നത്. ആഹാരം പോലും അടുത്തുള്ള ആളുകളാണ് ഇവർക്ക് നൽകുന്നത്. എന്തായാലും വളരെ ദയനീയ അവസ്ഥയിൽ തന്നെയാണ് ഇവരുള്ളത്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇറക്കിവിടാനുള്ള കാരണം? എൻ്റെ മകൻ മുടങ്ങിയിട്ടാണ്. ലോൺ മുടങ്ങി, അച്ഛൻ ആശുപത്രിയിലായിരുന്നു. അത് കാരണം എൻ്റെ മകൻ അവിടെ ആയിരുന്നു. മുടങ്ങിപ്പോയെന്നും പറഞ്ഞ് അവർ ലോൺ കൂടുതൽ കാശ് ഇങ്ങനെ പറഞ്ഞ് അവരെടുത്ത് ഇത്ര 3.5 ലക്ഷം രൂപ അടച്ചെങ്കിലേ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അമ്മ എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ടതാണ്. എന്നിട്ട് ഇറങ്ങി. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പുസ്തകം പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. 9ൽ പഠിക്കുന്ന കുഞ്ഞാണ്. ഞാനും എൻ്റെ കുഞ്ഞ് ഞാനില്ലായിരുന്നു. ഞാൻ ചെമ്മീൻ കിള്ളാൻ പോയേച്ച് എൻ്റെ കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി തുണിയൊക്കെ എടുത്ത് ഇറക്കി. അമ്മ വേഗം തുണിയൊക്കെ ഇച്ചിരി എടുത്തോ, ഞങ്ങൾ നാളെ വന്ന് തുറന്നു തരാമെന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് തുറന്നു തന്നില്ല. അവരിന്ന് പൂട്ട് എല്ലാം നോക്കി കീറിക്കളഞ്ഞാന്ന് നോക്കാനും അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ആള് വന്നു. പറഞ്ഞില്ലേ നിങ്ങളുടെ സാധനങ്ങൾ എടുക്കണം? ഞാൻ സാധനങ്ങൾ എൻ്റെ അത്യാവശ്യം ഇച്ചിരി സാധനങ്ങൾ എടുത്താൽ അവർ നാളെ വന്ന് ഞങ്ങൾ ബാക്കിയുള്ള നമുക്ക് തുറന്നു വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. സത്യാവസ്ഥ ഓർത്ത് ഞാൻ ഇച്ചിരി തുണി മാത്രം എടുത്തു കൊടുക്കാനായിട്ട് അത് മാത്രമേ എടുത്തുള്ളൂ. ഇച്ചിരി വിശക്കണേന് ഇച്ചിരി ചോറ് തിന്നാൻ പറഞ്ഞ അമ്മ അതേ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അമ്മ ആ വിശക്കണേന് ചോറ് തിന്നെന്ന് പറഞ്ഞ് ഇറക്കി വെച്ച് അത് ചീഞ്ഞു പോയിരുന്നു. ഞങ്ങൾ വല്ലവരും തിന്നുപോയ ഞങ്ങൾ. എത്ര ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്? 15 ലക്ഷം രൂപ ലോൺ എടുത്തു. 3 വർഷം കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നു. അതിലിപ്പോൾ 5-8 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു. എനിക്ക് സുഖമില്ലാതെ വന്നതുകൊണ്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു. എൻ്റെ മകൻ എൻ്റെ കൂടെയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവനെ കൊണ്ട് അടക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ ലോൺ മുടങ്ങി. അവർ പറഞ്ഞ നടപടിയൊക്കെ എടുത്ത് അവർ നോട്ടീസൊക്കെ വിട്ട് അന്നേരം എന്നെ കൂടാനും വരാനും അവരോട് ചോദിക്കാനൊന്നും അതിന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അവർ സാവകാശം പോലും ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ല. എന്താ നിങ്ങളുടെ തീരുമാനം? ഞങ്ങളുടെ തീരുമാനം ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പറഞ്ഞത് സാവകാശം തന്ന് ഞങ്ങളിൽ നിന്ന് കൊടുക്കാനുള്ള കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സാവകാശം തന്നെ.
17,600 രൂപ വീതം ഇവർ 2 വർഷം തുടർച്ചയായി അടച്ചു. പിന്നീട് രാമചന്ദ്രന് സുഖമില്ലാതെ വന്നതോടെയാണ് മകന് ലോൺ അടയ്ക്കാൻ കഴിയാതെ വന്നത്. ബാങ്ക് നോട്ടീസ് അയച്ചിരുന്നു, പക്ഷേ ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥ ബാങ്കിനെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു സാവകാശം നൽകാതെ 7 അംഗ കുടുംബം രാമചന്ദ്രനുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട്, സുഖമില്ലാത്ത സഹോദരിയാണ്, അവരുണ്ട്. ഒപ്പം തന്നെ മകനും മരുമകളും അവരുടെ 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. എന്തായാലും ഈ കുടുംബത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ഒരു 3.5 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനുള്ള ഒരു മാർഗവുമില്ല. എന്തായാലും ഇവിടെ തന്നെ കഴിയും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ആരെങ്കിലും ഒക്കെ സഹായിക്കണം, സർക്കാർ കണ്ണു തുറന്ന് ഇവരെ സഹായിക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് അപേക്ഷിക്കാനുള്ളത്. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ. കോഴിക്കോട് പേരാമ്പ്രയിൽ 16 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 4 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കാറിലും ഒരു വീട്ടിലും എത്തിച്ചാണ് +2 വിദ്യാർത്ഥിയായ 16-കാരനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നത്. ജനുവരി 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡിൽ വെച്ച് 16-കാരനെ പ്രതികൾ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. കാറിൽ വെച്ചും കുറ്റ്യാടി ഊരത്തെ ഒരു വീട്ടിൽ വെച്ചും ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. അടിവയറ്റിൽ ശക്തിയായി ചവിട്ടിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ മുനീർ, മുഫീദ്, മുബഷീർ, ജുനൈദ് എന്നിവരെ പേരാമ്പ്ര എസ്ഐ പി ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കോഴിക്കോട്. കൊല്ലത്തെ ഷാപ്പിലെ ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായി. നൽക്കവല സ്വദേശി ജയകുമാറിനാണ് 4-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. പരാതിയെ തുടർന്ന് പൂയപ്പള്ളി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഷാപ്പിലിരുന്ന് ബിയർ കഴിക്കുന്നത് തടഞ്ഞ ജീവനക്കാരനെയാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മിയണ്ണൂരിലെ ബിയർ പാർലറിലെത്തിയ 4-അംഗ സംഘം അവിടെ നിന്നും ബിയർ വാങ്ങുകയും ഒരു കുപ്പി അടിച്ചു പൊട്ടിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്തു. ബാക്കിയുള്ള കുപ്പികളുമായി അവിടെ നിന്നും ഇറങ്ങിയ സംഘം തൊട്ടടുത്തുള്ള കള്ളുഷാപ്പിലെത്തി. കയ്യിൽ കരുതിയിരുന്ന ബിയർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ജീവനക്കാരനായ ജയകുമാർ എതിർത്തു. പ്രകോപിതരായ 4 പേരും ചേർന്ന് ജീവനക്കാരനെ അസഭ്യം പറയുകയും കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു. നിലത്ത് വീണ ജയകുമാറിനെ മാരകമായി ചവിട്ടിയും അടിച്ചും പരിക്കേൽപ്പിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം കാറിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞെത്തിയ പൂയപ്പള്ളി പോലീസ് കാറിനെ പിന്തുടർന്ന് ആക്രമികളെ പിടികൂടുകയായിരുന്നു. ആദിച്ചനല്ലൂർ സ്വദേശി നെബു, ഒരുക്കുഴി സ്വദേശി പ്രദോഷ്, ചാത്തന്നൂർ സ്വദേശി പ്രശാന്ത്, കുമ്മല്ലൂർ സ്വദേശി ഷിബിൻ എന്നിവരാണ് പിടിയിലായത്. വധശ്രമത്തിന് കേസെടുത്ത പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ജനം, കൊല്ലം. മലപ്പുറം അരീക്കോട് വൻ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1,29 ലക്ഷം രൂപ പിടിച്ചെടുത്തു. സംഭവത്തിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അബ്ദുൽ നാസർ പിടിയിലായി. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുഴൽപ്പണം പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന 1,29 ലക്ഷം രൂപയാണ് അരീക്കോട് വിളയിൽ വച്ച് പോലീസ് പിടിച്ചെടുത്തത്. മലപ്പുറം SP-യുടെ പ്രത്യേക സ്ക്വാഡും അരീക്കോട് പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കാറിനുള്ളിൽ ഡിക്കിയിൽ ചാക്കുകളിലായിട്ടായിരുന്നു പണം. സംഭവത്തിൽ താമരശ്ശേരി സ്വദേശി അബ്ദുൽ നാസറാണ് പോലീസിന്റെ പിടിയിലായത്. പണത്തിന്റെ ഉറവിടം പോലീസ് അന്വേഷിക്കുകയാണ്. വിദേശത്തു നിന്നും എത്തിയ പണമാണെന്നാണ് സൂചന. അബ്ദുൽ നാസർ കരിയറാണെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ പണം എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന വിവരം ലഭിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ ഹവാല പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നുണ്ട്. ഇതിനായി വിദേശത്തു നിന്നടക്കം ഫണ്ട് എത്തുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കായാണോ ഈ പണം എത്തിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായും സൂചനയുണ്ട്. ജനം, മലപ്പുറം. കുട്ടനാട്ടിലെ മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. കവർച്ച ആസൂത്രണം ചെയ്തത് ഒപ്പം താമസിച്ച യുവതിയും കുടുംബവും. മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയാണ് കെട്ടിയിട്ടും സ്വർണവും പണവും കവർന്നത്. കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ച തിരുവനന്തപുരം സ്വദേശിയായ ദീപയുടെ കുടുംബ സുഹൃത്തിനെ രാമഗിരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആശുപത്രികളിലും വീടുകളിലും രോഗീ പരിചരണത്തിന് പോകുന്നയാളാണ് കവർച്ചയ്ക്കിരയായ കൃഷ്ണമ്മ.
4 മാസം മുൻപാണ് ജോലിക്കിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ദീപയെ പരിചയപ്പെട്ടത്. സഹായിക്കാനെന്ന തരത്തിൽ ഒരാഴ്ച മുൻപ് ദീപ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസം തുടങ്ങി. കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നത് ദീപയുടെ മകനും അടുത്ത ബന്ധുക്കളും കുടുംബ സുഹൃത്തുമാണെന്നും പോലീസിന് മനസ്സിലായി. കവർച്ച നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയും ദീപയുടെ കുടുംബ സുഹൃത്തുമായ രാജേഷിനെ ഇന്നലെ പിടികൂടിയിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയെ വായിൽ തുണി തിരുകി കെട്ടിയിട്ട ശേഷം കവർച്ച നടത്തിയത്. 3.5 പവൻ സ്വർണം, 36,000 രൂപ, ഓട്ടുപാത്രങ്ങൾ, ATM കാർഡ് എന്നിവ അപഹരിച്ചു. ജനം, ആലപ്പുഴ. പത്തനംതിട്ട നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗുണ്ടാ സംഘം അതിക്രമം നടത്തിയതായി പരാതി. അക്രമി സംഘം കടയ്ക്കുള്ളിൽ കയറി വിവിധ ഭാഷാ തൊഴിലാളിയെ മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കട ഉടമയുടെ പരാതി. വെട്ടിപ്പുറത്തെ ഹാർഡ്വെയർ ഷോപ്പിലാണ് ഗുണ്ടാസംഘം അതിക്രമം നടത്തിയത്. ഞായറാഴ്ച ഇവിടുത്തെ വിവിധ ഭാഷാ തൊഴിലാളിയെ ജീവനക്കാരനെ അക്രമി സംഘം ഭീഷണിപ്പെടുത്തി. തുടർന്ന് തിങ്കളാഴ്ച രാത്രി അക്രമി സംഘം കടയുടെ ഗേറ്റ് തകർത്ത് അകത്തു കയറി വിവിധ ഭാഷാ തൊഴിലാളിയായ പശ്ചിമബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനെ മർദ്ദിച്ചു. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു മർദ്ദനം. ഇവിടെ ഈ ചെവി കൂടെ ചോര വന്നതാണ്. ചെവിയെല്ലാം അടിച്ചായിരുന്നു. നാടു എനിക്ക് വേദന, ജോലിയൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. കൊല്ലുമെന്ന് പറഞ്ഞു. അവന്മാർ നടുവാതെ കൈ വെച്ചൊക്കെ കൊത്തുകലവെന്നൊക്കെ പറയാൻ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ച് പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നും കടയുടമ ആരോപിച്ചു. അപ്പോൾ ഇവർ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ സ്ഥിരം ചെയ്യുന്ന പറഞ്ഞാൽ ഇവരൊക്കെ രാഷ്ട്രീയ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ എന്തിനാണ് വളർത്തുന്നതെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്, അവരാണ് ചിന്തിക്കേണ്ടത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അബ്ദുൾ റഹ്മാനെ സംഭവശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു. സംഭവത്തിൽ വ്യാപാരി സംഘടനയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട. കോഴിക്കോട് കുന്നമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് കൊടുവള്ളി പോലീസ്. മർദ്ദനമേറ്റ ഷബീർ അലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഷബീർ അലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഫിറോസ് ഖാൻ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിച്ചു എന്ന കുന്നമംഗലം സ്വദേശി ഷബീർ അലിയുടെ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷബീർ അലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുടമ ഫിറോസ് ഖാൻ ഉൾപ്പെടെ കണ്ടാലറിയുന്ന 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഷബീർ അലി ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉടമ ഫിറോസ് ഖാനും സംഘവും ചേർന്ന് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും മുറിവിൽ മുളക് പുരട്ടിയെന്നുമായിരുന്നു ഷബീർ അലിയുടെ പരാതി. ചെരുപ്പൂരി തല്ല പപ്പടക്കോലുണ്ട്, അതിനോട് കുത്തി നിരന്തരം അടിച്ചു. ഗുണ്ടകളും അയാളും ഈ ഓഡിയോസ് ഇതിൻ്റെ അടുത്ത് ഇവിടെ വൈഫിനെ വിളിച്ച് ഓട്ടോറിക്ഷക്കാരെ വിട്ടു. ഇവിടുന്ന് ലാപ്ടോപ്പ് പിക്ക് ചെയ്ത് കൊണ്ടുപോയി, വൈഫിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് കൊണ്ടുപോയി. പോലീസുകാർക്ക് എനിക്ക് പ്രതീക്ഷ ഇല്ലാതെക്കാൻ കാരണം ഈ പുള്ളി മർദ്ദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് പോലീസ് ഫുൾ സെറ്റാക്കിയാണ് ഈ പ്ലാൻ ഇറങ്ങിയത്. പോലീസുകാർക്ക് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് വന്ന ഓർഡർ നഷ്ടപ്പെടാൻ കാരണം താനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും ഷബീർ അലി പറഞ്ഞിരുന്നു. ജനം, കോഴിക്കോട്. സമൂഹ മാധ്യമം വഴിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. കൊല്ലം വയലയിൽ +1 വിദ്യാർത്ഥികൾക്ക് +2 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പരിക്കേറ്റ 2 വിദ്യാർത്ഥികൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. വയല സ്കൂളിലെ 2 +1 വിദ്യാർത്ഥികളെയാണ് +2 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിൽ സ്കൂളിലേക്ക് വന്നിറങ്ങുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. +1 വിദ്യാർത്ഥികളായ അഭിനവ്, വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
12 എക്സാമിന് അവിടെ വന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഒരു 30ഓളം പേര് നമ്മളെ ഒന്ന് അടിക്കുകയായിരുന്നു ചെയ്തത്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മളെ ഈ കൈ വലുതായിട്ട് അടിക്കാനൊന്നും പറ്റത്തില്ല, ഫിറ്റ് അടിച്ചുകൊണ്ട് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതങ്ങനെ പോലീസിന് കേസ് കൊടുത്ത് അത് അങ്ങനെ കോംപ്രമൈസ് ആയി പോയായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഓൺലൈനായിട്ട് തെരുവിളിയും അത് മാറ്റിവിടാനായിട്ട് അതിനെ തുടർന്നുള്ള തർക്കം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. കല്ലും ഇടിവളയും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഇൻസ്റ്റാഗ്രാം വഴി ഇരുകൂട്ടരും തമ്മിൽ കുറച്ചു ദിവസങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. നിരന്തരം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടക്കുന്നതിനാൽ സംരക്ഷണം ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. പത്തനംതിട്ട ജില്ലയിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഒരു മാസത്തിനിടയിൽ ഓരോ ദിവസവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. കൊലപാതകങ്ങളും പീഡനക്കേസുകളും ഞെട്ടിക്കുന്ന പോക്സോ കേസുകളുമാണ് 1.5 മാസത്തിനിടയിൽ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേർ ചേർന്ന് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതായിരുന്നു. ജനുവരി 10-നാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇപ്പോൾ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് 13 വയസ്സ് മുതൽ പീഡനം നേരിടേണ്ടി വന്നു. ഇത്രയും പ്രതികൾ ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പീഡന കേസാണിത്. പ്രതികളിൽ 57 പേർ പിടിയിലായി. വിദേശത്തുള്ള 2 പേരെ പിടികൂടാനുണ്ട്. 12ഓളം മറ്റ് പീഡന കേസുകളും ഒരു മാസത്തിനിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഫെബ്രുവരി 10-ന് അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച 16-കാരനും 19-കാരനും അറസ്റ്റിലായതും മറ്റൊരു ഞെട്ടിക്കുന്ന കേസ്. ഒരു മാസത്തിനിടയിൽ ജില്ലയിൽ സംഭവിച്ചത് 2 കൊലപാതകങ്ങൾ. ഫെബ്രുവരി 16-ന് പെരിനാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ CITU പ്രവർത്തകനായ ജിതിൻ കൊല്ലപ്പെട്ടത് ഒടുവിലത്തെ സംഭവം. ജനുവരി 25-ന് കലഞ്ഞൂരിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ മർദ്ദനമേറ്റ് യുവാവ് മരിച്ചത് മറ്റൊരു സംഭവം. ഫെബ്രുവരി 4-നാണ് വിവാഹ സംസ്കാരം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചത്. സംഭവത്തിൽ SI ഉൾപ്പെടെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. 1.5 മാസ കാലയളവിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലഹരി കേസുകൾ 3. ഈ കാലയളവിൽ 2 പേർ കരുതൽ തടങ്കലിലായി. 2 പേരെ ജില്ലയിൽ നിന്നും കാപ്പ ചുമത്തി നാട് കടത്തി. ഈ കാലയളവിൽ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമ കേസുകൾ 3, സാമ്പത്തിക തട്ടിപ്പ് കേസുകളും 3 എന്നിങ്ങനെയാണ്. ജനം, പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.